ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണേ. കാരണം സ്കൂളിൽ ഓഗസ്റ്റ് 15ൻ്റെ ഭാഗമായിട്ട് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ കുട്ടികൾക്കും ഓരോ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പീച്ചും അതുപോലെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ മോൾക്ക് കിട്ടിയത് ജമ്മു ആൻഡ് കാശ്മീരാട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കിത് വീട്ടിലൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു ഡ്രസ്സ്. എന്നിട്ട് ഞങ്ങൾ റെൻറ്റിനെടുത്തിട്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാരണം മോൾക്ക് നന്നായി പാകമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാലയും കമ്മൽ, പിന്നെ ഈ തലയിൽ വെക്കണ എന്താണെന്നാണ്, നെറ്റിച്ചുട്ടിയൊന്നും അല്ല, എന്തോ സാധനം എനിക്ക് മനസ്സിലായില്ല. നല്ല രസമുണ്ട് പക്ഷെ കാണാനൊക്കെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ മേക്കപ്പിലോട്ട് കടന്നു. സെബാമെറ്റ് കേട്ടോ. ഞങ്ങൾ മേക്കപ്പൊന്നും ഒരുപാടില്ല, സെബാമെറ്റ് ക്രീമാണ് ഡോക്ടർ പറഞ്ഞിട്ട് മോൾക്ക് കുറേ കാലമായിട്ട് തേക്കണതാണ്. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, ഇടയ്ക്ക് ചെയ്യും, ഇടയ്ക്ക് ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് ഹൈഡ്രേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മുഖം ഒക്കെ ഇട്ട്. ആൾക്കിതൊന്നും ചെയ്യണമെന്ന് ഇഷ്ടമല്ല. പിന്നെ ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് ആളിങ്ങനെ ഇരുന്ന് തരണം കേട്ടോ. അത് കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ പുരിക എഴുതാനിരുന്നു. പുരിക എഴുതാൻ ഭയങ്കര ദേഷ്യം. പുരിക എഴുതാൻ ഇഷ്ടമല്ല കേട്ടോ ആൾക്ക്. പുരിക എഴുതിയാൽ പറയും, എന്നെ കുറേ ചീത്ത പറയും. പക്ഷേ എന്തായാലും ക്യാമറയുടെ മുമ്പിലായതുകൊണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കുറേ എന്നെ ചീത്ത പറയണമൊക്കെ ഉണ്ട്. കാരണം അവൾക്ക് ഇഷ്ടമല്ല ഇതൊന്നും കേട്ടോ. പുരിക എഴുതാൻ ഇഷ്ടമല്ല. പക്ഷേ ഐലൈനറൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറേ ലൈറ്റായിട്ട് എഴുതിയുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന്. അതിന് പിന്നെ ഐലൈനർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഞങ്ങൾ ഐലൈനറൊക്കെ എഴുതി ചെറുതായിട്ട്. കാരണം ഐലൈനർ ഇല്ല, അതിനകത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം അവിടെ എവിടെയൊക്കെ തേച്ച് ഞാനത് എങ്ങനെയോ ഒപ്പിച്ചേക്കായിരുന്നു. പുതിയതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് ഉള്ളതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് തേച്ചു എന്നുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ നേരെ കടന്നു മുടിയൊക്കെ കെട്ടാൻ വേണ്ടി. മുടിയൊക്കെ കെട്ടി. എങ്ങനെ കെട്ടണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ രീതിയൊന്നും എനിക്ക് തീരെ അറിയില്ല കേട്ടോ, ജമ്മു ആൻഡ് കാശ്മീരിലെ. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ചുമ്മാ അങ്ങനെ മുകളിലോട്ട് കെട്ടിയിട്ട് നമുക്ക് അവരുടെ ഡ്രസ്സിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, തലയിലൊക്കെ വെക്കാനുണ്ട്. കാരണം എൻ്റെ മോളുടെ മുടി കുറച്ച് ചുരുള മുടിയൊക്കെ ആയതുകൊണ്ട് എങ്ങനെ വെക്കുക അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മാലയൊക്കെ ഇട്ട് നല്ല ഭംഗിയാട്ടോ മാലയൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ രസമുണ്ട് കേട്ടോ മാലയിട്ട്. പിന്നെ അതുപോലെ എന്തുണ്ടോ മുകളിലോട്ട് വെക്കണത്. ഇത് ഭയങ്കര പാടായിരുന്നു കേട്ടോ, സിമ്പിളല്ല. കാരണം അത് ഭയങ്കര വലുതായിരുന്നു. പക്ഷെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കമ്മലൊക്കെ വലിയ കമ്മൽ മുകളിലോട്ടൊക്കെ ഇങ്ങനെ വെച്ച്, എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. പക്ഷെ രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആൾക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആ തലയിലിടുന്ന എന്താ പറയുക അതിന് ഷോളും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരിടണ വ്യത്യാസമുണ്ട്. കാരണം അത് നിൽക്കണില്ല തലയിലൊന്നും. പിന്നെ ഞാൻ ഈർക്കിൾ സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഫുള്ളും. അത് നിൽക്കണമെന്നില്ലായിരുന്നു. പിന്നെ എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടമായി. ഞാൻ ഇത്രയും ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരാൾ ഒരുക്കിയെടുക്കുക ഇത്രയ്ക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും മാലയും പിന്നെ വളം മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല വളം. അവസാനത്തെ ഒരുക്കിയിട്ട് ഇതായിരുന്നു അവസാനത്തെ ലുക്ക്. പക്ഷെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവൾക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെല്ലാം വെച്ചേക്കണം കേട്ടോ. എല്ലാം ഒന്ന് സ്ലൈഡൊക്കെ കുത്തി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം. എന്നാലും അവസാനത്തെ ലുക്കൊക്കെ എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. പിന്നെ വളയിട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം പോകാൻ നേരത്ത് ഞാൻ ഇവളുടെ കുറച്ച് വളയൊക്കെ എടുത്ത് കുത്തിക്കയറ്റി ഇട്ട് കൊടുത്തിട്ട് പോയി. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല മഴ, നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ നല്ല വെള്ളമായിരുന്നു. എനിക്കറിയില്ല എങ്ങനെ പോകാമെന്നറിയില്ലായിരുന്നു. പക്ഷെ അപ്പോഴത്തേനും ഇവർ പോകാൻ നിൽക്കുമ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞു. ഭാഗ്യം, ദൈവം സഹായിച്ചിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.